നാഥനാ ജീവനാഥ മന്നിലാനന്ദമേകിടണേ. മനോഹരമായ ഒരു ക്രിസ്മസ് കാലത്തിലാണല്ലോ നാം ഇപ്പോൾ. തന്റെ സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച ദൈവപിതാവിന്റെ സ്നേഹം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചതാണ് ഈശോ മിശിഹ. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുത്തെ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഇനിയും ഞാൻ അത് അറിയിക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷം 17:26 ഈശോ നമ്മോട് പറയുന്നുണ്ട്. ഈശോയുടെ ജീവിതം മുഴുവൻ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. ദൈവവുമായുള്ള സമാനത നിലനിർത്താൻ പരിശ്രമിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പുൽക്കൊടിലിൽ അവിടുന്ന് ഭൂജാതനായി. അതെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ലോകരക്ഷകനായി, ഏകരക്ഷകനായി അവിടുന്ന് എഴുന്നള്ളി വന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അരുൾ ചെയ്തുകൊണ്ട് അവിടുന്ന് കുരിശിലേറി മരിച്ച് ഉദ്ധാനം ചെയ്തു. അങ്ങനെ പാപികളായ നമ്മെ വീണ്ടും ദൈവമക്കളാക്കി. 2024 ക്രിസ്തുമസ് കാലത്തിലൂടെ ഡെയിലി ഡിലൈറ്റ്സിലൂടെയും കടന്നു പോകുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. മത്തായി 24:12. അതെ, അധർമ്മവും അനീതികളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ പ്രവാചകന്മാരായി നമുക്ക് മാറാം. അതിനുവേണ്ടി ഒരു കരുണക്കൊന്ത ചൊല്ലി നമുക്ക് വേണ്ടിയും പ്രപഞ്ചത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.